ഹായ് മക്കൾസ്, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈക്ക് മറ്റൊരു കിഡിലൻ യൂണിവേഴ്സിറ്റിയെ നമുക്ക് പരിചയപ്പെട്ടാലോ? നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. മുമ്പ് നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആയിരുന്നു പറഞ്ഞ് അത് സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇനി മറ്റൊരു യൂണിവേഴ്സിറ്റിയെ കൂടി നമ്മൾ പരിചയപ്പെടുത്താൻ പോണേ. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ ഒരു കിഡിലൻ കോളേജ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. മക്കൾ, ഒരു പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ ഗാന്ധിജിയുടെ ലോക്കൽ ഏളി ഹിസ്റ്ററികളൊക്കെ പഠിക്കുമ്പോൾ ഗാന്ധിജി ഇവിടേക്ക് വന്നപ്പോൾ ആദ്യം ഗാന്ധിജി ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടായി, അല്ലെങ്കിൽ ഗാന്ധിജി ആദ്യം ഒരു ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്നുണ്ടായി. അത് ഓർമ്മയുണ്ടോ? അതാണ് ഈ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, BHU എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. ആരുണ്ടാക്കി എവരുണ്ടാക്കി എന്നൊന്നും ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. 1916 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിൻ്റെ ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? വാരണാസിലാണ്. ഇവിടെ ഉത്തർപ്രദേശിലാണ്. ഏകദേശം 30,000 സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. 30,000 സ്റ്റുഡൻസിൻ്റെ മേലേക്ക് അവിടെ പഠിക്കുന്നുണ്ട്. ഏകദേശം 1300 ഏക്കറാണ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കാം, 1300 ഏക്കറാണ് ഈ ക്യാമ്പസ് കിടക്കുന്നത്. 1300 ഏക്കറിൽ 30,000+ ഇവിടെ നമ്മുടെ സ്കൂളിലൊക്കെ എത്ര കുട്ടികളുണ്ടാവും? നിങ്ങളത് ആലോചിച്ച് നോക്കുക. ഒരു 3000, ഇനിയിപ്പോൾ പോട്ടെ ഒരു 5000 സ്റ്റുഡൻസ്. ഇത് 30,000 സ്റ്റുഡൻസ് 1300 ഏക്കർ ഇതിലാണ് വരുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 16 ഫാക്കൽറ്റീസ് ആൻഡ് 135 ഡിപ്പാർട്ട്മെൻറ്റ് ഡൈവേഴ്സ് കോഴ്സ്. ഒരുപാട് കോഴ്സുകളുണ്ട്. നോക്കാം നമുക്ക്. ലാർജസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ഇൻ ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് എന്തെന്ന് പറയാം, റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ്. NIRFൻ്റെ റാങ്ക് 6th റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഓവറോൾ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 10th റാങ്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഗ്ലോബലി ടൈംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? 501 മുതൽ 600 റാങ്കിൻ്റെ ഇടയിൽ നിൽക്കുന്നത്. ഇത് ഗ്ലോബലിയാണ് പറയുന്നത്, ഇത് ഇന്ത്യത്തെ കണക്കല്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്റ്റാറ്റസ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണ്? ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. ഏതൊക്കെയാണ് ഇവിടെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, അതവിടെ നിൽക്കട്ടെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ആ കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ സയൻസ്. ഇനി നമ്മുടെ ഫാക്കൽറ്റി ഓഫ് സയൻസ്, ഫാക്കൽറ്റി ഓഫ് ആർട്സ്, ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസ്, ഫാക്കൽറ്റി ഓഫ് കാര്യങ്ങൾ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തുന്ന. ഇനി കോഴ്സുകളാണ് നമ്മൾ പറഞ്ഞത്. BA പൊളിറ്റിക്സ്, സോഷ്യോളജി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ജിയോഗ്രഫി, ഫിലോസഫി, സൈക്കോളജി, ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഹ്യൂമാനിറ്റീസ്, സാൻസ്ക്രിറ്റ്. ഇതിൽ നമുക്ക് വേണ്ട കുറച്ച് സബ്ജക്റ്റുകൾ നമ്മൾ ആദ്യമേ പറഞ്ഞത്. ഇനി BVOC പ്രോഗ്രാംസ് ആണ്. ഫാഷൻ ടെക്നോളജി, അപ്പാരൽ ഡിസൈനിങ്, പിന്നെ അതുപോലെ തന്നെ മോഡേൺ ഓഫീസ്, ആ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ BCom നമുക്ക് ആവശ്യമുള്ള ബാച്ചിലർ ഓഫ് കൊമേഴ്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് മാനേജ്മെൻറ്റ് BComൻ്റെ കാര്യത്തിൽ. ഇനി BSc പ്രോഗ്രാംസ് ബയോളജി, മാത്തമാറ്റിക്സ്, അഗ്രികൾച്ചർ, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോം സയൻസ്, എർത്ത് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ടെക്നോളജി, ജിയോഗ്രഫി. എത്രമാത്രം കോഴ്സുകളാണ്. ഇനി BTechകളാണെങ്കിൽ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ഉണ്ട്. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആണെങ്കിൽ വിഷ്വൽ, ക്രിയേറ്റീവ് ആർട്സ്, മ്യൂസിക്, ഡാൻസ്. അത്യാവശ്യം കോഴ്സുകൾ തന്നെ ഉണ്ട്. ഓക്കെ. ഇനി കോളേജ് ഫെസിലിറ്റീസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ലൈബ്രറി ഓട്ടോമാറ്റിക്കലി ഇത്ര 1300 ഏക്കർ ഉണ്ട്. പിന്നെ ലൈബ്രറി ഉണ്ടാവില്ലേ? ലൈബ്രറീസ്, കമ്പ്യൂട്ടർ സെൻറ്റർ ആൻഡ് ലാബ്, സ്പോർട്സ് കോംപ്ലക്സ്, ജിം ആൻഡ് ഫിറ്റ്നസ് സെൻറ്റർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ തന്നെ മെഡിക്കൽ സയൻസിൻ്റെ ഓഡിറ്റോറിയം, സെമിനാർ ഹാൾസ്, കഫ്തീരിയ, മെസ്സുകൾ, വൈഫൈ ഫെസിലിറ്റീസ്, ഇൻഡോർ ഗെയിംസ്. എടാ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലോകമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തിനാണ് നമ്മൾ പുറത്തേക്ക് വേണ്ടി ആവശ്യം? ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഹോസ്പിറ്റൽ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല അവിടുത്തെ ലൈഫ്. ഭാരതീയ അല്ലെങ്കിൽ ഭാരതീയ എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ലൈഫ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കുന്നത്? മാസീവ് ഗ്രീൻ ക്യാമ്പസാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ക്യാമ്പസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തന്നെ ഇതാണ്. പിന്നെ പീസ്ഫുൾ ലേണിംഗ് എൻവയോൺമെൻറ്റ്. നമുക്ക് സമാധാനപരമായിട്ട്, കാരണം ഗ്രീൻ ക്യാമ്പസ് ആകുമ്പോൾ തന്നെ നമുക്ക് എന്താക്കി മരങ്ങളും കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടായിരിക്കും. പിന്നെ സേഫാണ്. നമ്മൾ ചോദിക്കും വാരണാസി ഉത്തർപ്രദേശിലൊക്കെ വലിയ പ്രശ്നമാവില്ലേ? നോ പ്രോബ്ലം, സേഫ് ആണെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മെസ്സ്, കഫ്തീരിയ, സ്പോർട്സ് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ കഫേ, ഷോപ്സുകളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക്. എന്ത് സ്റ്റുഡൻസ് ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, വെൽനസ് പ്രോഗ്രാംസുകൾ, സ്ട്രോങ് അലൂമിനി നെറ്റ്വർക്ക്, ഡൈവേഴ്സ് സ്റ്റുഡൻസ് ബോഡി. അതായത് ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നതുകൊണ്ട് തന്നെ പല ഭാഷ, പല മതം, പല ജാതി, എല്ലാ ആളുകളും പഠിക്കുന്നുണ്ട്. അഫോർഡബിൾ എഡ്യൂക്കേഷനാണ്. അതായത് നമുക്ക് ട്യൂഷൻ ഫീസൊക്കെ എന്തായിരിക്കും, നമുക്ക് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റിയ ചെറിയ ഫീസേ ഉള്ളൂ. ആ ചെറിയ ഫീസിൽ അത്രയും വലിയ ക്യാമ്പസിൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര തന്നെ ആയിരിക്കും. ഇനി അവിടെ സാറെ പരിപാടികളൊന്നും ഉണ്ടാവാറുണ്ട്. അതായത് ആട്ടം പാട്ടം, എടാ ഇല്ല ഇത്രയൊക്കെ ഉണ്ടായിട്ട് പിന്നെ അതില്ലാത്തത്. സ്പന്ദൻ എന്ന പേരിൽ ഭയങ്കര രീതിയിൽ ആനുവൽ കൾച്ചർ ഫെസ്റ്റിവൽ, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, ഫാഷൻ, പിന്നെ ഇന്റർ കോളേജ് ആൻഡ് ഇന്റർ ഫാക്കൽറ്റീസ് ഫെസിലിറ്റീസ്. അത് ഇന്റർ കോളേജ് ഇവിടെ നടക്കില്ല. നമ്മൾ കലോത്സവം, സ്റ്റേറ്റ് കലോത്സവം, ജില്ലാ കലോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ. പിന്നെ ഓഡിറ്റോറിയം ആൻഡ്
ഓപ്പൺ എയർ സ്റ്റേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിനൊക്കെ വേണ്ട നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിനെ പറ്റി ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, CUT നന്നായിട്ട് പഠിക്കാൻ വേണം. നന്നായിട്ട് പഠിച്ച് ആ എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ മോൻ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ പാരൻസിന് അഭിമാനമാണ്, അതിലേറെ നിങ്ങൾക്ക് അഭിമാനമാണ്. നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിലേക്ക് ലീവിന് വരുന്നു, അപ്പോൾ നാട്ടുകാരൊക്കെ ഓൾറെഡി ട്രോഫിയൊക്കെ തന്നി, പിന്നെ കുടുംബക്കാർക്കിടയിലൊക്കെ മോളെ എവിടെ അല്ലെങ്കിൽ മോനെവിടെ, അത് ഉത്തർപ്രദേശിലാണ്, വാരണാസിലാണ്, എവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്. സെറ്റിലട മക്കളെ, മുന്നോട്ട് തന്നെ പോവാം, ഫോക്കസ്ഡ് ഓൺ യുവർ എയിം എന്നാണ്. ഓക്കെ, താങ്ക് യു.